എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വിഷു ഒരു സാധാരണ ഉത്സവമല്ല, അതൊരു ആത്മീയ തുടക്കമാണ്. ഒരു പുതുവത്സരത്തിൻ്റെ ആദ്യ പ്രകാശമാണ്. പ്രതീക്ഷകളുടെയും അനുഗ്രഹങ്ങളുടെയും ദിനമാണ്. വിഷുവിൻ്റെ പുലർച്ചെ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന വിഷുക്കണി പോലെ ആ ദിവസത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു വർഷത്തെ ജീവിത പാതയെ സ്വാധീനിക്കും എന്ന വിശ്വാസം തലമുറകളായി കൈമാറപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസങ്ങളിൽ ഒന്നാണ് വിഷുക്കൈനീട്ടം. ഒരു ചെറിയ ദാനം പോലെ തോന്നുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ ആത്മീയ അർത്ഥങ്ങളും ശാസ്ത്രീയവും ജ്യോതിഷപരവുമായ വ്യാഖ്യാനങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. വിഷുക്കൈനീട്ടം എന്നത് മുതിർന്നവർ ഇളയവർക്ക് നൽകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. അത് ഒരു പണം മാത്രമല്ല, അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്, അനുഗ്രഹത്തിൻ്റെ കൈത്താങ്ങാണ്, സമ്പൽ സമൃദ്ധിയിലേക്ക് വഴിതെളിക്കുന്ന ഒരു ദൈവിക ശക്തി എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. സ്വർണം, വെള്ളി, നാണയം അല്ലെങ്കിൽ ചെറിയൊരു തുക പണം നൽകുമ്പോൾ അത് നൽകുന്നവൻ്റെ മനസ്സിലെ ശുദ്ധിയും സ്വീകരിക്കുന്നവൻ്റെ ഭാഗ്യവും തമ്മിൽ ഒരു ആത്മീയ ബന്ധം സൃഷ്ടിക്കുന്നു. ജ്യോതിഷശാസ്ത്രമനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങളും ഗ്രഹനിലകളും ദൈവിക ശക്തികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർ നൽകുന്ന കൈനീട്ടം പ്രത്യേക ഫലങ്ങൾ നൽകുമെന്ന വിശ്വാസം നിലനിൽക്കുന്നു. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ഒരു ആത്മീയ പാരമ്പര്യമാണ്. ചിലരുടെ കയ്യിൽ ലക്ഷ്മി കടാക്ഷമുണ്ടെന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് അവർ നൽകുന്ന പണം അല്ലെങ്കിൽ അനുഗ്രഹം മറ്റുള്ളവർക്കും സമ്പൽ സമൃദ്ധി എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. വിഷുദിനത്തിൽ കൈനീട്ടം സ്വീകരിക്കുന്നത് വെറും ആചാരം എന്നതിലുപരി ഒരു ആത്മീയ പ്രക്രിയയായി കാണണം. മനസ്സിൽ വിശ്വാസത്തോടെയും നന്ദിയോടെയും ദൈവസ്മരണയോടെയും സ്വീകരിക്കുന്ന ഓരോ കൈനീട്ടവും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഈ വിശ്വാസങ്ങൾ എല്ലാം ചേർന്നാണ് വിഷു കൈനീട്ടത്തിൻ്റെ മഹത്തായ സ്ഥാനം നമ്മുടെ സംസ്കാരത്തിൽ ഉറപ്പിച്ചത്. ഇനി അതുപോലെ തന്നെ വിഷു കൈനീട്ടവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് ചില പ്രത്യേക നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് അതിവിശിഷ്ടമായ ഫലങ്ങൾ നൽകുമെന്നത്. ഈ വിശ്വാസത്തിന് പിന്നിൽ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനവുമുണ്ട്. കാരണം ഓരോ നക്ഷത്രവും വ്യത്യസ്ത ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഉദാഹരണത്തിന് മകീരം നക്ഷത്രക്കാർ ശനി, ചൊവ്വ സ്വഭാവങ്ങളുടെ സംയോജനമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇവർക്ക് ധനസംഭരണ ശേഷിയും സ്ഥിരതയും കൂടുതലായതിനാൽ ഇവരുടെ കയ്യിൽ നിന്നുള്ള കൈനീട്ടം വളരെ വേഗത്തിൽ ഫലം കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് 5 ദിവസത്തിനുള്ളിൽ തന്നെ സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ലഭിക്കാമെന്നതാണ് പരമ്പരാഗത വിശ്വാസം. അടുത്തതായി ചിത്തിര നക്ഷത്രക്കാർ സൃഷ്ടിപരതയുടെയും ആകർഷണ ശേഷിയുടെയും പ്രതീകങ്ങളാണിവർ. ഇവരുടെ കയ്യിൽ നിന്നുള്ള കൈനീട്ടം ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. പ്രത്യേകിച്ച് 8-ാം ദിവസത്തിന് ശേഷം അതിൻ്റെ ഫലങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി അടുത്തതായി അവിട്ടം നക്ഷത്രക്കാർ. അവിട്ടം നക്ഷത്രക്കാർക്ക് ധനകാര്യ നിയന്ത്രണത്തിൽ പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന കൈനീട്ടം ഇരട്ടി ഫലം നൽകുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്ന പണം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വളരാൻ സാധ്യതയുണ്ട്. ഇത് 12 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അടുത്തതായി പുണർദം നക്ഷത്രക്കാർ അക്ഷയപാത്രം എന്ന ആശയവുമായി ഇവർ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇവരുടെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം ഒരിക്കലും ക്ഷയിക്കാത്ത സമ്പത്തായി മാറും. 9-ാം ദിവസത്തിനു ശേഷം അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് പ്രകടമാകും. ഇനി അടുത്തതായി വിശാഖം നക്ഷത്രക്കാർ. വിശാഖം നക്ഷത്രക്കാർക്ക് ആകർഷണ ശക്തി വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ധനകാര്യ മേഖലയിൽ. ഇവർ നൽകുന്ന പണം ചിലവാക്കാതെ സൂക്ഷിച്ചാൽ അത് കൂടുതൽ പണം ആകർഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ കാണാമെന്ന് പൊതുവെ പറയപ്പെടുന്നു. അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രക്കാർ. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്വ ബോധവും പണത്തിൻ്റെ വില മനസ്സിലാക്കുന്ന കഴിവുമുള്ളതിനാൽ ഇവരുടെ കൈനീട്ടം ദീർഘകാല സാമ്പത്തിക സ്ഥിരതയ്ക്ക് സഹായകമാകും.
13-ാം ദിവസത്തിനു ശേഷം അതിൻ്റെ ഗുണഫലങ്ങൾ ആരംഭിക്കും. ഇനി അടുത്തതായി പൂയം നക്ഷത്രക്കാർ. പൂയം നക്ഷത്രക്കാർ ദൈവിക അനുഗ്രഹത്തോടൊപ്പം ജനിച്ചവരായി കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഗുരുഗ്രഹത്തിന്റെ സ്വാധീനത്തിൽ ഇവർ നൽകുന്ന കൈനീട്ടം ചെറിയ തോതിലേ ഉള്ളുവെങ്കിലും സ്ഥിരമായ സാമ്പത്തിക നേട്ടം നൽകും. 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫലങ്ങൾ പ്രകടമാകും. ഇനി അടുത്തതായി അനിഴം നക്ഷത്രക്കാർ. അനിഴം നക്ഷത്രക്കാർക്ക് ധൈര്യവും സ്ഥിരതയും ഉള്ളതിനാൽ ഇവരുടെ കയ്യിൽ നിന്നുള്ള കൈനീട്ടം സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 6 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലങ്ങൾ കാണാൻ കഴിയും. അടുത്തതായി ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രക്കാർക്ക് നാഗദേവതയുടെ അനുഗ്രഹം ഉണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇവരുടെ കൈനീട്ടം പണത്തിന്റെ കുറവ് ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നയിക്കും. വിഷു കഴിഞ്ഞ് 11-ാം ദിവസത്തിന് ശേഷം അതിൻ്റെ ഫലങ്ങൾ നമുക്ക് പ്രകടമാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാർ. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഠിന പ്രയത്നവും ഉത്തരവാദിത്വവും കൂടുതലായതിനാൽ ഇവരുടെ കൈനീട്ടം കടബാധ്യതകൾ തീർക്കാനും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. വിഷു കഴിഞ്ഞ് 21-ാം ദിവസത്തിന് ശേഷം അതിൻ്റെ ഗുണഫലങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. എന്നാൽ ഇതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉത്രട്ടാതി, മകം, മൂലം, ചോതി, അശ്വതി എന്നീ നക്ഷത്രക്കാർക്ക് ശനി, രാഹു, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദോഷദശകൾ നടക്കുന്ന സമയത്ത് അവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ സമയത്ത് അവരുടെ ഊർജം സ്ഥിരതയില്ലാത്തതായിരിക്കാം. എന്നാൽ അത്തരം ദശകൾ ഇല്ലെങ്കിൽ ഇവരും അനുഗ്രഹത്തിന്റെ ഉറവിടങ്ങളായി തന്നെ കണക്കാക്കപ്പെടുന്നു. വിഷു കൈനീട്ടത്തിന്റെ യഥാർത്ഥ അർത്ഥം പണം കൈമാറ്റം ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതൊരു ഊർജ കൈമാറ്റമാണ്, ഒരു ആത്മീയ ബന്ധമാണ്, ഒരു അനുഗ്രഹത്തിന്റെ പ്രവാഹമാണ്. നൽകുന്നവന്റെ മനസ്സിന്റെ ശുദ്ധിയും സ്വീകരിക്കുന്നവന്റെ വിശ്വാസവും ചേർന്നാൽ അതൊരു ശക്തമായ ദൈവിക അനുഭവമായി മാറും. അതുകൊണ്ട് തന്നെ വിഷുദിനത്തിൽ കൈനീട്ടം സ്വീകരിക്കുമ്പോൾ മനസ്സിൽ നന്ദിയും വിനയവും നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. ചിലർ ഈ കൈനീട്ടം പേഴ്സിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ചിലർ അത് പൂജാമുറിയിൽ വെച്ച് ദൈവാനുഗ്രഹമായി കാണാറുണ്ട്. ഇതെല്ലാം ഓരോ വ്യക്തിയുടെ വിശ്വാസത്തെ ആശ്രയിച്ചാണ്. കൂടാതെ ഇളയവർ മുതിർന്നവർക്ക് കൈനീട്ടം നൽകുന്നതും ഒരു നല്ല ആചാരമായി കണക്കാക്കപ്പെടുന്നു. കാരണം അത് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും അവർ നൽകുന്ന അനുഗ്രഹം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. വിഷു കൈനീട്ടം ഒരു ചെറിയ ആചാരമെന്ന് തോന്നുമെങ്കിലും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ആചരിക്കേണ്ടതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, വിഷു കൈനീട്ടം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല, അതൊരു ആത്മീയ അനുഗ്രഹത്തിന്റെ കൈമാറ്റമാണ്. നമ്മുടെ പൂർവികർ കൈമാറിയ ഈ പാരമ്പര്യം വിശ്വാസവും സ്നേഹവും ചേർന്ന ഒരു ജീവിത രീതിയാണ്. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ശക്തിയും സ്വഭാവവും ഉള്ളതിനാൽ ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് കൂടുതൽ ഗുണകരമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ശക്തി നമ്മുടെ വിശ്വാസത്തിൽ തന്നെയാണ്. വിഷുദിനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ കൈനീട്ടവും ഒരു അനുഗ്രഹമായി കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. പണം എത്രയാണെന്നത് ഒരിക്കലും പ്രധാനമല്ല, അത് നൽകുന്നവന്റെ മനസ്സിന്റെ ശുദ്ധിയും സ്വീകരിക്കുന്ന ആളുടെ നന്ദിയുമാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം. ഈ വിശ്വാസത്തോടെ വിഷു കൈനീട്ടം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്താൽ അതൊരു വർഷം മുഴുവൻ സന്തോഷവും സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഒരു ദൈവിക അനുഭവമായി മാറും. അതിനാൽ ഈ വിഷു നമുക്ക് പരസ്പരം അനുഗ്രഹങ്ങൾ പങ്കിടാനും സന്തോഷം പങ്കിടാനും സമ്പൽ സമൃദ്ധി ആഗ്രഹിക്കാനും ഒരു അവസരമാക്കാം. വിഷു കൈനീട്ടത്തിന്റെ ഈ മഹത്തായ പാരമ്പര്യം നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷു ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.